ഹായ് ഫ്രണ്ട്സ്, റിവർ മാഡ്നസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മൾ ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാലൈറ്റ് ഫിഷിങ്ങിൽ തന്നെ ഒരു ഷാഡ് വെച്ചിട്ടാട്ടോ നമ്മൾ ഫിഷ് ചെയ്യാൻ പോണ്. ജാക്കലിൻ്റെ ഒരു അടിപൊളി ഷാഡാണ്. ഷാഡ് എന്ന് പറഞ്ഞാൽ പോരാ, പുഴുക്കള പോലത്തെ അടിപൊളി സാധനം. അപ്പോൾ പിന്നെ അതിൽ യൂസ് ചെയ്യണ ജിഗഡ് ജാക്കലിൻ്റെ തന്നെ ജിഗഡാണ് യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റോഡ് നമ്മളെ കൂയിങ്ങിൻ്റെ സൂപ്പർ അൾട്രാലൈറ്റ് റോഡ് തന്നെ യൂസ് ചെയ്യണത്. ഇതൊക്കെ വെച്ചിട്ട് നമുക്കിന്നൊരു ചെറിയ ഫിഷിങ് നടത്തി വെക്കാം. പുഴയിൽ എന്താണ്, കടലിലൊക്കെ ആണെങ്കിൽ എന്തായാലും എന്തെങ്കിലുമൊക്കെ അടിക്കും. പുഴയിൽ എന്താണ് ഇതുമ്മ കിട്ടുക നോക്കാമല്ലോ. ഓക്കെ, ആ പുഴു തന്നെ ഒരു മാറ്റമല്ല, ഒരു സ്മെല്ലും അതുപോലെ തന്നെ അതിൻ്റെ മേലൊരു ഓയിലി ഇതൊക്കെ ഉണ്ട്. ടേസ്റ്റിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ കേട്ടറായിരിക്കാനായിരിക്കും. ഇതൊരു അടിപൊളി. ഇതാണ് അതിൻ്റെ ജിഗഡ് കേട്ടോ. അതിൻ്റെ എന്നല്ല, ഞാനതിക്ക് സെറ്റാക്കാൻ പോണേ. ഏതും സെറ്റാക്കാം, ചെറിയതേതും. ഓക്കെ, സിമ്പിള്. ഇതേമാതിരി ഇതാ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി കാസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഷാഡ് നമ്മൾ എറിഞ്ഞിട്ടേ കുറച്ച് നേരം ആഴത്തിനനുസരിച്ച് വിട്ടുകൊടുത്ത് പിന്നെ നമ്മൾ ജസ്റ്റ് വലിച്ചാൽ മതി. മറ്റേൻ്റെ ഒരു ടിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അടിച്ചതൊരു കുറുവാപ്പരലാട്ടോ. അപ്പോൾ ഇത് ടിച്ച് ചെയ്യേണ്ടതെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടെയിലിനൊരു ആക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഹുക്കിൽ വന്നത് ടെയിൽ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ആക്ഷൻ, നമ്മളെ ഈ ഷാഡിൻ്റെ ആക്ഷൻ പോകും. ഇത് നമുക്ക് വേണമെങ്കിൽ മെല്ലെ വലിക്കുക. അതേമാതിരി തന്നെ നിലം തട്ടിയിട്ട് വലിക്കുക. അതുപോലെ തന്നെ ചപ്പൊന്നുമില്ലെങ്കിൽ നിലം തട്ടി വലിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ രസം മേലെ കൂടിയും വലിക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് മീഡിയം ആയിട്ടാണ് വലിക്കണം. എന്താ വെച്ചാൽ അവിടെയൊക്കെ ചപ്പുണ്ടാവണ്ടേ, പേടിയാണ്, കുടുങ്ങിപ്പോവും. ഈ കുറുവാപ്പരലിൻ്റെ വായ ചെറുതാണ്, പക്ഷേ ഇത് അറ്റാക്ക് ചെയ്ത് ഇറ്റങ്ങളെ അറ്റാക്ക് ചെയ്ത് കടിച്ചിട്ട് പിന്നെ കൊന്നിട്ട് തിന്നാതെ. പാറ്റകൾ ഇതിനൊക്കെ തന്നെ, ചെറിയ പാറ്റകളാണെങ്കിൽ അങ്ങനെ വന്ന് കടിക്കും, പിന്നാലെ വന്നിട്ട് വാലിലോ അല്ലെങ്കിൽ ഇത് പിന്നെ വയറിലൊക്കെ ആയിട്ട് തലക്കൊക്കെ അറ്റാക്ക് ചെയ്യും. അങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് ഈ ഹുക്കിൽ ഹുക്കായത്. അല്ലാതെ ഇതിൻ്റെ വായിൽ കൊള്ളാനുള്ള ഷാഡൊന്നും ഇതില്ല. ഞാനതാണ് നോക്കിയത്. സൈഡിൽ ഇങ്ങനെ ഹുക്ക് കയറി, പക്ഷേ ഹുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഇവനെ റിലീസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അടുത്ത് നമുക്ക് നോക്കി നോക്കാം. ഒരടിപൊളി നാടൻ കണ്ണനായിരുന്നു, അതായത് നാടൻ വരാൽ അറിയും. ആശാന് ഹുക്ക് നീർത്തിപ്പോയി. ഹുക്ക് നീർത്തിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുക്ക് ശരിക്കും അങ്ങോട്ട് കയറിയിട്ടില്ല ആളെ മേത്ത്, വായുടെ ഉള്ളിലേക്ക്. അപ്പോൾ പുറത്തതായതുകൊണ്ട് അതിൻ്റെ ഭയങ്കര പവറായിട്ടാണ് വലിച്ചത്. അതിൽ ഹുക്ക് നിർത്തിപ്പോയി, രക്ഷയില്ല. ഹുക്ക് നിർത്തി ഷാഡിൻ്റെ കുറച്ച് ഭാഗം കീറുകയും ചെയ്തു. അപ്പോൾ അടുത്ത നമുക്ക് ഷാഡ് മാറ്റിയിട്ട് വീണ്ടും നോക്കി നോക്കാം. ഹുക്കും ഷാഡും മാറ്റാം. ഓക്കെ, നമ്മളെ ഒന്ന് ഹുക്ക് നിർത്ത്, പിന്നെ അടുത്ത ഹുക്കിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, 1.5 ഗ്രാമിൻ്റെ ഹുക്ക് തന്നെ കേട്ടോ സെറ്റ് ചെയ്യണേ. നമ്മുടെ ഗ്രാം
ഇതിൻ്റെ ഇടയിലെല്ലാം മരങ്ങളാവണ്ടേ അവിടെ നമ്മൾ താഴ്ത്താൻ നിന്നില്ല, താഴ്ത്താതെ തന്നെ വലിച്ചു കൊടുന്നു. കാരണം ഈ മേലെ വല്ലം ഈ മരങ്ങളുടെ അടിയിലൊക്കെ മീൻ നിൽക്കുന്നുണ്ടാവും, അപ്പോൾ ഒന്ന് അടിച്ചോളുന്നു. അല്ലെങ്കിൽ മരത്തിൻ്റെ അടിയിൽ പോയി കുടുങ്ങി കഴിഞ്ഞ് ഹുക്ക് ഷാർപ്പ് നൈസ് ഹുക്കാവുകൊണ്ട് വേഗം കൊടുക്കും. അടുത്ത സ്പോട്ടിൽ നമുക്ക് ഇവിടെ നമുക്ക് ഒന്ന് താഴ്ത്തി നോക്കാം. ഈ താഴ്ത്താൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പൊക്കി വിടണം കേട്ടോ, ലൂസാക്കിയിട്ട് ലൈന് നല്ല താന്നു പോകാൻ. അടിച്ചു പോവാം, ഒരു കിടിലൻ സാധനം അടിച്ചിട്ടുണ്ട്. എന്താണെന്ന് നമുക്കൊന്ന് കയറ്റി നോക്കാം. നല്ല വലിയ കേട്ടോ ട്രാക്ക്, ഒരു രക്ഷയില്ല. ഒന്നില്ല ഈ കണ്ണനല്ലേ ഈ ചേറാൻ, നോക്കിയൊക്കെ എന്താണ് കയറുകയാണെങ്കിൽ. ഈ ഡ്രാഗ് സെറ്റ് ചെയ്യേണ്ടത് നമ്മളെ റോഡും പിന്നെ അതുപോലെ തന്നെ ലൈന്, ലീഡർ ലൈന്, ഹുക്ക് ഇതിനൊക്കെ അനുസരിച്ചാട്ടോ എത്ര വെയിറ്റ് താങ്ങുന്നുള്ളൂ, അതിനനുസരിച്ചുള്ള ഡ്രാഗാണ് നമ്മൾ റീലിൽ സെറ്റ് ചെയ്യേണ്ടത്. ഇത് 5LB ലൈനും 5LB ലീഡർ ലൈനൊക്കെയാണ് ഞാൻ ഇതിലിട്ടിട്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ഇതിൻ്റെ ഡ്രാഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ ഹുക്ക് ഇതായി പോയതല്ല, അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഡ്രാഗ് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പരമാവധി ഈ കല്ലിൻ്റെയും അല്ല പൊന്തയുടെ അടിയിലേക്കൊന്നും പോവാതെ നമ്മൾ നോക്കും വേണം, മെല്ലെ മെല്ലെ കയറ്റും വേണം. വലയുടെ ഉള്ളിൽ കായി കഴിഞ്ഞാൽ പിന്നെ കച്ചിലായി എന്നുള്ളതാണ്. അതെന്തായാലും കയറി ഒരു ചേറാൻകുട്ടിയാണ്. കുഴപ്പമില്ല, നല്ല രസമായിട്ടുള്ള ഡ്രാഗ് വലിയായിരുന്നു. ചേറാനാണേലും ചേറാൻ സാധാരണ ഫുൾ ഡ്രാഗ് ഇട്ടിട്ട് വലിച്ച് പറിച്ച് കയറ്റലാണ് സാധാരണ. കാരണം അതിൻ്റെ ചിറി അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടിപ്പോകുന്നില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് വലിച്ച് പറിച്ച് കയറ്റാം. പിന്നെ ഇത് അൾട്രാലൈറ്റ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ കളിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഫൈറ്റായിരുന്നു, നല്ല രസമായിരുന്നു. സാധനം അടിച്ച് ചെറിയൊരു ചേറാൻകുട്ടിയാണ്. അപ്പം വലിയ ചേറാനും കണ്ടാൽ വിടൂല കേട്ടോ, അപ്പോൾ പൊട്ടിപ്പോവും. ചെറുതാവുകൊണ്ട് തിരക്കട്ടില്ല. ഓക്കെ, ആശാൻ ആദ്യത്തെ കടിയിൽ എനിക്കൊന്ന് കിട്ടാനിട്ട് രണ്ടാമത്തെ കടിയിൽ ശരിക്കും വന്ന് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഹുക്ക് മാത്രം സൈഡിൽ അതിൻ്റെ ചുണ്ടിൻ്റെ അവിടെ അങ്ങോട്ട് കുടുങ്ങി നിൽക്കുകയാണ്. വായുടെ ഉള്ളിലേക്കല്ല അത് കയറിക്കണേ. ആ ലീഡർ ലൈൻ വായുടെ ഉള്ളിൽ കയറി ലീഡർ ലൈനിൻ്റെ അവിടെയൊക്കെയാണ് ഇപ്പോൾ എപ്പോഴോ പൊട്ടിച്ച് പോയിട്ടുണ്ടാവും. ഇതങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് കിട്ടിയാണ്. അമ്മമാർ കുടുങ്ങില്ല കുടുങ്ങിയിരിക്കുന്നു, നീരാഞ്ഞ ഭാഗ്യം. അപ്പോൾ ഇവനെ നമുക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.